ഹായ് ഹലോ, ഞാനിന്നൊരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പോൾ ചിലയിടത്ത് നൂൽപുട്ട് എന്ന് പറയും, ഇടിയപ്പം എന്ന് പറയും. ഞങ്ങൾ ഇടിയപ്പം നൂൽപുട്ട് എന്ന് പറയില്ല, എല്ലാത്തിനും നൂൽപുട്ട് എന്ന് തന്നെയാണ് പറയും. അപ്പോൾ ഇത് നമ്മൾ നോർമലി പച്ചരിയും പുഴുങ്ങലരി പൊടിച്ച അരിയാണ്. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുഴക്കുന്നത്. നിങ്ങൾ ചിലവർ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നത് കാണാം. നമ്മളിത് പത്തിരിക്കെല്ലാം യൂസ് ചെയ്യുന്ന പൊടി തന്നെ ഉപയോഗിച്ചിട്ടാണ് നൂൽപുട്ട് ഇടുന്നത്. അപ്പം ഞാനത് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നൂൽപുട്ടിനുള്ളത് കുഴച്ച് വെച്ചിട്ട് ഞാൻ ഗ്രീൻ പീസ് കറിക്കുള്ള ഗ്രീൻ പീസ് കഴുകിയെടുത്തതാണ്. ഗ്രീൻ പീസ് കറിയിലേക്ക് ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ചെറുതായി കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിത് അരിഞ്ഞ് വെച്ചതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ വേറെ ഒരു പൊടികൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പൊടികളൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മാഗി ക്യൂബും മാത്രം ഇട്ടാൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പം ഞാനത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുഴച്ച് വെച്ച നൂൽപുട്ട് ഇതാ ഉണ്ടാക്കി. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സാഹസികമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവം ഈ നൂൽപുട്ട് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന് എന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് ശക്തി കൂട്ടി പ്രവർത്തിക്കേണ്ട കാര്യമല്ലേ, അതുകൊണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ഇതാ നൂൽപുട്ടെല്ലാം റെഡിയായി. അപ്പോഴേക്ക് നമ്മളെ ഗ്രീൻ പീസ് ഇവിടെ റെഡിയായി. ഞാൻ അതിലേക്ക് ലാസ്റ്റ് വറവിടുന്നുണ്ട്. കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് വറവ് വിട്ടാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ നൂൽപുട്ടും ഗ്രീൻ പീസും അറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊന്ന് കമൻറ്റിൽ പറയണേ. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ കണ്ണൂരിലെ സ്വന്തം പത്തിരിയാണ്. ഈ നൂൽപുട്ട് എന്ന് പറയുമ്പം ഒരുപാട് സമ്മർദ്ദം ചെലുത്തി ഉണ്ടാക്കേണ്ടതല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്.